9th സ്റ്റാൻഡേർഡിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ശിവാസ് അക്കാദമി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ സയൻസിലെ 5th ലെസനായ ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന ലെസണിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 3 സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി? ഏതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിലെ 3 മേഖലകൾ? There are 3 different sectors in the economy. They are primary, secondary and tertiary sectors. 3 മേഖലകളാണ് സമ്പദ് വ്യവസ്ഥയിലുള്ളത്. അവ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്? എന്താണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവ? Primary sector includes all those activities that utilize the natural resources. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രൈമറി സെക്ടറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷിംഗ്, കാർഷിക പ്രവർത്തനങ്ങൾ, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നിവയാണ് ഉദാഹരണങ്ങൾ. ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഇത് കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇതിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇതിനെ കാർഷിക മേഖല എന്നുകൂടി അറിയപ്പെടുന്നു. സെക്കൻഡറി സെക്ടർ ഇൻക്ലൂഡ്സ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് മാനുഫാക്ചറിങ്. ദ്വിതീയ മേഖലയിൽ ഉൾക്കൊള്ളുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളും വ്യവസായവും വൻതോതിലുള്ള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രീസ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇത് വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനാൽ ഇതിനെ വ്യാവസായിക മേഖല എന്നുകൂടി അറിയപ്പെടുന്നു. ടെർഷ്യറി സെക്ടർ ഇൻക്ലൂഡ്സ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു സ്റ്റോറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിൽ നിന്നുമുള്ള പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തൃതീയ മേഖല. It also ensures the services of various fields like health and education. വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം എന്നിവ പോലുള്ള മേഖലകളിൽ സേവനങ്ങൾ നൽകുന്നു. ആൻഡ് സിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് സെക്ടർ. ഇത് പ്രാഥമിക മേഖലകൾക്കും ദ്വിതീയ മേഖലകൾക്കും സേവനങ്ങൾ നൽകുന്നതിനാൽ ഇതിനെ സേവന മേഖല എന്നുകൂടി അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ദി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് മ്യൂച്വലി റിലേറ്റഡ്? എങ്ങനെയാണ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രൈമറി സെക്ടർ ഗീവ്സ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫുഡ് ഐറ്റംസ് ടു ദി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. പ്രാഥമിക മേഖല ദ്വിതീയ മേഖലയ്ക്കും തൃതീയ മേഖലകൾക്കും റോ മെറ്റീരിയൽസ് ആൻഡ് ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നു. അതുപോലെ ഇൻ റിട്ടേൺ പകരമായിട്ട് സെക്കൻഡറി സെക്ടർ ഗീവ്സ് മെഷീനറി ആൻഡ് മാനുഫാക്ചറിങ് ഗുഡ്സ് ടു ദി പ്രൈമറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ നിന്ന് പകരമായിട്ട് ലഭിക്കുന്നത് മാനുഫാക്ചറിങ് ഗുഡ്സ്, മെഷീനറി എന്നിവ തിരിച്ചു നൽകുന്ന പ്രൈമറി സെക്ടറിനും തൃതീയ മേഖലയ്ക്കും. Tertiary sector also gives different services to the secondary and primary sector. പ്രാഥമിക മേഖലയ്ക്കും ദ്വിതീയ മേഖലയ്ക്കും തൃതീയ മേഖല ആവശ്യമുള്ള സേവനങ്ങളെല്ലാം നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നാഷണൽ ഇൻകം? എന്താണ് ദേശീയ വരുമാനം? നാഷണൽ ഇൻകം ഈസ് ദി സം ടോട്ടൽ ഓഫ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷത്തിനിടയിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഗൂഡ്സിൻ്റെയും സർവീസസിൻ്റെയും സം ടോട്ടൽ ഓഫ് ദി മണി വാല്യൂ, അതായത് എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെയുള്ള ധനമൂല്യം, മണി വാല്യൂവിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ കമൻസസ് 1st April ആൻഡ് ക്ലോസസ് ഓൺ 31st March. ഇന്ത്യയിൽ ധനകാര്യ വർഷം തുടങ്ങുന്നത് 1st April തൊട്ട് ക്ലോസ് ചെയ്യുന്നത് 31st March. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിങ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം?
ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്യാൻ എസ്റ്റിമേറ്റിംഗ് ദി എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ ലഭ്യമാക്കാനുള്ള കഴിവിനെ കണക്കാക്കാൻ സാധിക്കുന്നു. ക്യാൻ ഹെൽപ്പ് ദി ഗവൺമെൻറ് പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് വേരിയസ് പ്രോജക്ട്സ്. ഗവൺമെൻറ്റിന് പദ്ധതികൾ രൂപീകരിക്കാനും ആ പല പദ്ധതികളും നടപ്പിലാക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ്, ക്യാൻ കമ്പയർ ദി ഇക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക പദവികളെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു. ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ പല രീതിയിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചും അവരുടെ ചെലവിനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ശക്തിയും അതിൻ്റെ ദൗർബല്യവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്യാൻ അസസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്താൻ സഹായിക്കുന്നു.